ഹലോ ഫ്രണ്ട്സ്, ഞാൻ anoop. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നല്ല ലൂട്ട് കിട്ടാനാണ്. ലൂട്ട് കിട്ടാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് അതിൽ വീഡിയോയിലോട്ട് പോകാം. വലിച്ചു നീട്ടുന്നില്ല. ലൂട്ടിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ലൂട്ട് അത്യാവശ്യം കിട്ടുകയാണെങ്കിൽ തന്നെയാണ് നമ്മുടെ വില്ലേജ് ഒന്ന് ഡെവലപ്പ് ആവുള്ളൂ, നമ്മുടെ ട്രൂപ്സും ഡിഫൻസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലൂട്ട് കിട്ടാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ പറയുക, ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുക. നോക്സ് എന്നുള്ള ഈ ഒരു ലാംഗ്വേജ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡെഡ് ബേസുകൾ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഒന്ന് ട്രൂപ്പ് നോക്കട്ടെ. എനിക്ക് 2 ലാവ ഹണ്ടും കൂടി അവനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൂട്ടിന് ഇറങ്ങാം. ബൂസ്റ്റ് ചെയ്തിട്ടില്ല. നമുക്കപ്പോൾ ഈ ഒരു ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കേതായാലും അറ്റാക്കിന് ഇറങ്ങാം. ഒരുപാട് ലൂട്ട് കിട്ടുന്നൊരു സ്ഥലമാണ്. ഓക്കെ, കണ്ടോ, ഫസ്റ്റ് തന്നെ വലിയൊരു ഡെഡ് ബേസാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ഇവൻ്റെ മുഴുവനും ലൂട്ടിയിട്ട് പോവാം. ഓക്കെ, നമ്മളിവനെ അറ്റാക്ക് ചെയ്യാൻ പോവാണേ. ഓക്കെ, അവൻ്റെ 2 എയർ ഡിഫൻസ് തകർത്തു. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ ഈ ഒരു മെത്തേഡ്. നിങ്ങൾക്ക് നല്ല ലൂട്ടൊക്കെ കിട്ടും. ഓക്കെ, നമുക്ക് അതൊക്കെ മിനിയൻസിന് ഇറക്കി കൊടുക്കാം. പിന്നെ എന്നോട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ക്ലാനിൽ എടുക്കുമെന്ന്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ക്ലാൻ ആക്റ്റീവ് ആക്കാനുള്ളൊരു ഇതിലല്ല, അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ക്ലാൻ ആക്റ്റീവ് ആക്കണോ വേണ്ടേ എന്നുള്ളൊരിതാണ്. അതിനൊരു പ്ലാനിങ് ഇല്ല. ഞാനങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് പറയാം, നിങ്ങളെല്ലാവരും ക്ലാനിൽ എടുക്കുന്നതാണ്. അങ്ങനെ താല്പര്യമുള്ളവർ കേട്ടോ, എല്ലാവരും എന്ന് പറയുന്നില്ല. ക്ലാനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരെയും ക്ലാനിലെടുക്കും. ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞ പോലെ ക്ലാന് റീസ്റ്റാർട്ട് ചെയ്യാൻ വലിയൊരു ഒരിതില്ല. എനിക്കെപ്പോഴും ആക്റ്റീവ് ആവാൻ പറ്റില്ല, അത് തന്നെയാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഏകദേശം അവൻ്റെ ലൂട്ടൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ്, നിങ്ങൾ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണ ഇതേപോലെ ഒരുപാട് ഡെഡ് ബേസുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുവഴി ഒരുപാട് ലൂട്ട് നമുക്ക് എടുക്കാം. ഈ ഡെഡ് ബേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ എയർ ബോയും പിന്നെന്താ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇനാക്റ്റീവായിട്ട് കിടക്കും. എയർബോ, പിന്നെ എന്തായിരുന്നു ഇൻഫ്രോൺ ടവർ, അങ്ങനത്തെ, പിന്നെ ഹീറോസ് ഇല്ല, അതൊക്കെ ഇനാക്റ്റീവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു മെച്ചമുണ്ട് ഈ ഒരു ഡെഡ് ബേസ് അടിക്കുമ്പോഴുള്ള പ്രത്യേകത. അതുവഴി ലൂട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഉൾക്കൊള്ളിച്ചതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.